നമസ്കാരം. ഈ മാസം 13-ന് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഒരു സുപ്രധാന ഉത്തരവ് കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. അന്നാണ് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവിടണമെന്ന ആവശ്യത്തിന്മേൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയതാണ് ഈ ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവിടണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ചോദ്യം ചെയ്യുന്ന ഹർജിയിലാണ് ഹൈക്കോടതി ഈ മാസം 13-ന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായതിനെ തുടർന്നാണ് 13-ന് ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് ജസ്റ്റിസ് വി.ജി. അരുൺ വ്യക്തമാക്കിയിരുന്നത്. റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയുടെയും മൊഴി രഹസ്യമായി സൂക്ഷിക്കുമെന്ന് കമ്മീഷൻ നൽകിയ ഉറപ്പിന്റെയും ലംഘനമാണെന്ന വാദമാണ് ഹർജിക്കാരൻ ഉന്നയിച്ചത്. എന്നാൽ ഹർജി പോലും നിലനിൽക്കുന്നതല്ലെന്ന് വിവരാവകാശ കമ്മീഷൻ വാദിച്ചു. കേസിൽ കക്ഷി ചേർന്ന സംസ്ഥാന വനിതാ കമ്മീഷനും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വാദിച്ചു. കേസിൽ കക്ഷി ചേർന്ന വുമൺ ഇൻ കളക്റ്റീവും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ ഈ മാസം 13-ന് റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറം ലോകം കണ്ടാൽ സിനിമാ മേഖലയിലെ ആരുടെയെല്ലാം തനിനിറം പുറത്താകുമെന്നാണ് അറിയേണ്ടത്. 2017 ജൂലൈ 1-നാണ് സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷന് രൂപം നൽകിയത്. റിട്ടയർഡ് ജസ്റ്റിസ് കെ ഹേമ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ കെ.ബി. വത്സലകുമാരി, നടി ശാരദ എന്നിവരടങ്ങിയതായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. WCCയുടെ രൂപീകരണത്തിന് പിന്നാലെ അതിന് നേതൃത്വം നൽകിയവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുകയും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളും പരാതികളും ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കമ്മീഷൻ രൂപം നൽകിയത്. 6 മാസം കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാനായിരുന്നു സർക്കാർ ഹേമ കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നത്. ഓഫീസ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിച്ചില്ലെന്ന കാരണത്താൽ 6 മാസം കമ്മീഷൻ ഒന്നും ചെയ്തില്ല. 6 മാസത്തേക്ക് കൂടി കമ്മീഷന് സമയം നീട്ടി നൽകി. 2018 നവംബറിൽ കാലാവധി കഴിഞ്ഞെങ്കിലും റിപ്പോർട്ട് തയ്യാറായിരുന്നില്ല. 2019 മാർച്ച് 31 വരെ വീണ്ടും സമയം നൽകി. കാലാവധി നീട്ടി നൽകില്ലെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. WCCയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. സിനിമാ മേഖലയിലെ 57 പേരുമായി സംസാരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുള്ളത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു സമിതിയെ നിയോഗിച്ചെന്ന് പറഞ്ഞ് കയ്യടി നേടിയെങ്കിലും ഇതിലെ ഉള്ളടക്കം പുറത്തുവിടാനോ അതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ കമ്മീഷന്റെ കണ്ടെത്തലുകളാണെന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ കടുത്ത ചൂഷണത്തിന് ഇരകളാകുന്നുവെന്ന മൊഴി റിപ്പോർട്ടിലുണ്ട്. ലൈംഗിക പീഡനം, തൊഴിൽപരമായ വിവേചനം, ലിംഗവിവേചനം എന്നിവ നേരിടുന്നു. സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കണമെന്ന സാഹചര്യമുണ്ട്. ലൈംഗികാതിക്രമത്തിനെതിരെ പോലീസിൽ പരാതിപ്പെടാൻ പോലും സ്ത്രീകൾ തയ്യാറാവുന്നില്ല. ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാറില്ല. അശ്ലീല പദപ്രയോഗങ്ങളും സിനിമയിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു. അപ്രഖ്യാപിത വിലക്കുകളുണ്ട്. സിനിമയിൽ പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നു. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. സിനിമയിൽ അവസരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലോബിയാണ് തീരുമാനിക്കുന്നത്. പ്രമുഖ നടീനടന്മാരും വിലക്ക് നേരിടുന്നുണ്ട്. സെറ്റുകളിലെ ലഹരി ഉപയോഗം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നതും റിപ്പോർട്ടിലുണ്ടായിരുന്നു. നിയമം കൊണ്ട് മാത്രമേ സിനിമാ രംഗത്തെ ലോബിയെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അതിന് സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണ്. നിയമനിർമ്മാണം വേണമെന്നും ജസ്റ്റിസ് ഹേമ ശുപാർശ ചെയ്തിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വയ്ക്കണമെന്നാണ് WCC നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണെന്നും സ്ത്രീകൾക്ക് അനുകൂലമാണോ അതോ അങ്ങനെയല്ലാത്തതാണോ എന്നെങ്കിലും അറിയണം. കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടായാൽ മെച്ചപ്പെട്ട തൊഴിലിടവും സുരക്ഷിതത്വവും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സിനിമാ മേഖലയിലെ പലരും വിശ്വസിക്കുന്നത്. റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടായാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കുമെന്നും അവർ പറയുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും എന്തിനാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവച്ചത് എന്നാണ് ഇപ്പോഴും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: മലയാള ചലച്ചിത്ര രംഗത്തെ പല പ്രമുഖരുടെയും പ്രതിച്ഛായ തകർക്കാവുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണോ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്? റിപ്പോർട്ട് പുറത്തു വന്നാൽ പൊള്ളുന്നത് ആർക്കൊക്കെയാവും? റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉള്ളടക്കം പുറത്തുവിടാൻ സർക്കാർ മടികാട്ടിയത് എന്തുകൊണ്ടാണ്?